ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ മെയിൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറില്ല, ഷോർട്സ് മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മളുടെ ഓഫീസിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം വുമൻസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഡേ മാർച്ച് 8-ാം തീയതി നടന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ദിവസം അവർക്കൊരു മര്യാദ കൊടുക്കാനും റെസ്പെക്റ്റ് കൊടുക്കാനും അവർ വിജയിച്ചിട്ടുള്ള പല കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ, അതായത് തൊഴിൽ രീതിയിലായാലും കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസങ്ങളിലും അങ്ങനെ മറ്റു പല കാര്യങ്ങളിലും വിജയിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വനിതാ ദിനം എന്ന് പറയുന്നത്. അത് ലോകത്ത് എല്ലാ ഭാഗത്തും ലോകത്തിലെ എല്ലാ വനിതകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്ന് എല്ലാ വർഷവും മാർച്ച് 8-ാം തീയതി ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ചരിത്രമുണ്ട് കേട്ടോ. വെറുതെ നമ്മളൊരു വുമൻസ് ഡേ അല്ലെങ്കിൽ ഒരു വനിതാ ദിനം എന്നുള്ള ഒരു പേരിലല്ല, ഒരുപാട് ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലൊക്കെയാണത്. അതായത് സ്വന്തം ജോലി സ്ഥലത്തുള്ള സൗകര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി വനിതകൾ നടത്തിയിട്ടുള്ള കുറേ അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള കുറേ പിൻബലവും അങ്ങനെയുള്ള കുറേ ആധിപത്യത്തിൻ്റെ മേലെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾ കൊണ്ട് അതിലും ഒരു വിജയം കൈവരിച്ചിട്ടുള്ള ഒരു കഥയൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഏകദേശം ഒരു എന്താ പറയുക 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ ആയിട്ട് വ്യാവസായികമായി വളർച്ചയിലേക്ക് കാലൂന്നിക്കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളും വളരെ കുറഞ്ഞ ശമ്പളത്തിലും അതുപോലെ മോശപ്പെട്ട തൊഴിലും അങ്ങനെയുള്ള ചുറ്റുപാടിലൊക്കെയായി ജീവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോഴും പോരാടി വിജയിച്ചിട്ടുള്ള അത്രയ്ക്കും കരളുറപ്പുള്ള ഒരു സ്ത്രീകളുടെ ഒരു അനുസ്മരണ കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് ഇതിന് ഒരു ഹിസ്റ്ററിയൊക്കെ ഉള്ളത്. എന്തൊക്കെയായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കും അതിൻ്റേതായ ഒരു ടൈം കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു പ്രത്യേക ദിവസം കൊടുത്ത് ഒരു അന്താരാഷ്ട്ര വനിതാ ദിനാചരണം എന്നുള്ള പേരിലൊക്കെ കൊണ്ടുപോയി ഒരു ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. എന്തായാലും നമ്മളുടെ രാജ്യങ്ങളിലും എത്രമാത്രം ഉണ്ടെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലും ഇതിന് നല്ല പോലെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ നാട്ടിലും കുറേയേറെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കുറേ ഒരു ദിവസം അവരുടേതായ ഒരു ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പം മറ്റു ജോലി സ്ഥാപനങ്ങളിലോ മറ്റു കോളേജുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളുടെ കൂട്ടായ്മകളായിട്ട് പല പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അന്നത്തെ ഒരു ദിവസം അവർക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുക, അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് സാധാരണ ഇതിലൊരു റെസ്റ്റ് എന്നുള്ള രീതിയിൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള രീതിയിൽ എല്ലാ കാറ്റഗറിയിലുള്ള സ്ത്രീകളായിട്ടുള്ള ഒരു കൂട്ടായ്മയൊക്കെ ആയിട്ട് കൊണ്ട് നടത്തുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. ആക്ച്വലി അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഓഫീസിലും. ഞങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഒരേ സ്ഥലത്ത് നമ്മൾക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരിക. ആ ഒരു ദിവസം അത്രയും ദിവസം നമ്മൾ ജോലി ചെയ്തത് ആ ഒരു ദിവസം എല്ലാവരുമായിട്ട് കൂട്ടായിട്ട് നിന്ന് കുറച്ച് കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗെയിമും അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ തന്നെ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. അത് നമ്മുടെ സ്ഥാപനത്തിൽ അതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്തു അത്രയും ദിവസത്തെ നമ്മളുടെ എന്തൊക്കെ ഓഫീസിൽ വന്ന് ഹാപ്പി ആണെങ്കിലും വർക്ക് ചെയ്താലും ഫാമിലി ഇഷ്യൂസും ഓഫീസ് സ്ട്രെസ്സും അങ്ങനെ പല കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ മറന്ന് അന്നത്തെ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട്, അതുപോലെ തന്നെ സീനിയർ എന്നോ ജൂനിയർ എന്നുള്ളോ അങ്ങനത്തെ ഒരു വിവേചനമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും ഒരുമിച്ചിരുന്ന് കളിച്ചും ചിരിച്ചും ഓരോരോ ഗെയിമുകളും എൻ്റർടൈൻമെൻറ്റും ഒക്കെ പോയത് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ആക്ച്വലി അത് അവരുടെ ജോലി മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള പല കലാപരിപാടികളും അതുപോലെ കലാപരമായിട്ടുള്ള പല കഴിവുകളും അവർക്ക് ചെയ്യാൻ പറ്റി. ഡാൻസിങ് ആയാലും പാട്ടായാലും അങ്ങനെ പല കാര്യങ്ങളിലും അവർക്ക് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ദിവസം കിട്ടി നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ശരിക്കും അനുഭവിച്ചുകൊണ്ട് നമുക്കത് അറിയാം അന്നത്തെ ഒരു ദിവസം എത്രമാത്രം നമുക്ക് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇതെന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത നല്ലൊരു കാര്യമായിരുന്നു. എന്തായാലും ഒരു 1857 മാർച്ച് 8-നൊക്കെയാണ് ന്യൂയോർക്കിലായിട്ട് വനിതകൾ നടത്തിയിട്ടുള്ള കുറേ സമരവും
കുറേ പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് വനിതാ ദിനത്തിന് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. അതായത് ഈ തുണിമില്ലുകളിലും മറ്റും ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിപ്പിച്ച കുറഞ്ഞ ശമ്പളം, അതുപോലെ കുറേ സമയം ജോലി ചെയ്യേണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്കെതിരെയായിട്ടാണ് അവരന്ന് ഒരു സമരം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കുറേ അവർ വിജയിക്കുക തന്നെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞ സ്ത്രീകൾക്ക് വനിതാ ദിനം എന്നുള്ള, ലോക വനിതാ ദിനം എന്നുള്ള ഒരു ആശയം തന്നെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം ഒരു 1909 ഫെബ്രുവരി 28 ആദ്യത്തെ വനിതാ ദിനാചരണം നടന്നത്. 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിലൊക്കെ ആദ്യ ദശകങ്ങളിലൊക്കെ ന്യൂയോർക്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ വനിതകളുടെ ഓർമ്മപ്പെടുത്തലൊക്കെ ആയിട്ടായിരുന്നു വനിതാ ദിനാചരണം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, അതിനെ തുടർന്ന് ഓരോരോ രാജ്യങ്ങളിലായിട്ട് ഈ ഒരു വനിതാ ദിനം ആചരിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും വന്നു തുടങ്ങി. ഇപ്പോൾ നമുക്ക് എല്ലാ വർഷവും മാർച്ച് 8 എന്നുള്ളത് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഒരു മാർച്ച് 8 എന്നുള്ളത് വനിതാ ദിനമായിട്ട് ആചരിക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളും നല്ല രീതിയിൽ തന്നെ ആചരിക്കുന്നു, കൊണ്ടാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയും ഇതുപോലെ തന്നെ സ്ത്രീകൾക്കും നമുക്ക് ഈക്വൽ റൈറ്റ്സ് എന്നുള്ളതൊക്കെ പല രീതിയിലും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ആ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും അവർക്കും അവരുടേതായ ഒരു സ്ഥാനം നൽകണം, അവർക്കും അവരുടേതായ ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നടത്തി കൊടുക്കുക. അതുപോലെ അവർക്ക് അവരുടേതായ ഒരു ദിവസം എന്നുള്ള ഒരു ആശയം എന്തായാലും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓഫീസിലും അതുപോലെ ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു ആക്ച്വലി. എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്തു, എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അവസാനം നമ്മൾ ഇത്രയും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചേർന്ന് നല്ല അടിപൊളി ഒരു കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും ചെറിയ സ്നാക്സും കോഫി അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡൊക്കെ എടുത്ത് அதுதான் அந்த சாமி தான்.
അപ്പോൾ നമ്മൾ അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മളുടെ റിട്ടേൺ ഗിഫ്റ്റ് അതുപോലെ കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തു വിട്ടതിന് ശേഷം എല്ലാവരും ഹാപ്പിയായി. നമ്മുടെ ഓഫീസിലുള്ള ചേച്ചിമാരൊക്കെ അവരുടെ സന്തോഷ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതൊക്കെ കഴിഞ്ഞു വളരെ ഹാപ്പിയായിട്ട്, വളരെ സന്തോഷമായിട്ട്. കാരണം അവർക്ക് ഇത്രയും ജോലി ചെയ്യണ ഒരു ദിവസം കിട്ടുന്ന ഒരു ഇടവേളയായിരുന്നു. സോ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാം ഇത് നമ്മൾ അന്നത്തെ വനിതാ ദിനം ആചരിച്ച് കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ചേർന്ന് ലേഡീസൊക്കെ കൂടി ചേർന്നിട്ട് നമ്മളിത് അടിപൊളിയായിട്ടൊരു കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും പിരിയും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.